നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച നടക്കും. 100ഓളം കലാകാരന്മാർ ചേർന്ന് ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെത്തും. ദശമി നാളിൽ രാവിലെ 9 മുതൽ 10 വരെയുള്ള പഞ്ചരത്ന കീർത്തനാലാപനം പ്രസിദ്ധമാണ്. ത്യാഗരാജ ഭാഗവതരുടെ 5 കീർത്തനങ്ങളാണ് പഞ്ചരത്ന കീർത്തനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അഭിനവ ത്യാഗബ്രഹ്മം ബഹുമതി ലഭിച്ചതിന്റെ സ്മരണയ്ക്കായാണ് സംഗീതോത്സവത്തിൽ പഞ്ചരത്ന കീർത്തനങ്ങൾ ആലപിക്കുന്ന പതിവ് ആരംഭിച്ചത്. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഇരയിമ്മൻ തമ്പിയുടെ കരുണ ചെയ്വാനന്ദു താമസം കൃഷ്ണ എന്ന കീർത്തനാലാപനത്തോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. 15 ദിവസങ്ങളിലായി തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം 3000ഓളം പേരാണ് സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ചിറ്റണ്ടയിൽ കേടുവന്ന ബൈക്ക് നന്നാക്കുന്നതിനിടെ തീ പടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശമംഗലം പഞ്ചായത്ത് 11-ാം വാർഡിൽ മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ മുഹമ്മദ് ഫാരിസ് ആണ് മരിച്ചത്. 22 വയസ്സാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ മുഹമ്മദ് ഫാരിസ് ജോലി ചെയ്യുന്ന ചിറ്റണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ വെച്ചാണ് അപകടമുണ്ടായത്. കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്നും തീപ്പൊരി സ്പാർക്ക് ചെയ്യുകയും പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് തീ പടരുകയും പെട്ടെന്ന് ഒരു തീഗോളമായി മാറി മുഹമ്മദ് ഫാരിസിനെ പൊതിയുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മുഹമ്മദ് ഫാരിസ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് നാളെ 49 വയസ്സ് തികയും. ആനക്കഥകളിലെ നിത്യഹരിത നായകന് നാളെ ആനത്താവളത്തിലെ പിൻതലമുറക്കാർ പ്രണാമം അർപ്പിക്കും. ആനക്കഥകളിൽ ഭക്തിയുടെ പരിവേഷമായി നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2-ന് ഏകാദശിയുടെ തലേന്നാണ് ചെരിഞ്ഞത്. കേശവൻ ചെരിഞ്ഞ സ്ഥലത്ത് 1977-ൽ ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചു. കേശവന്റെ ഓർമ്മ പുതുക്കാനായി ഏകാദശിയുടെ തലേന്ന് ദേവസ്വം എല്ലാ വർഷവും അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞായറാഴ്ച രാവിലെ 7-ന് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നും ഗജഘോഷയാത്ര ആരംഭിക്കും. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരക്കുന്ന ഘോഷയാത്രയിൽ 10 ആനകൾ പങ്കെടുക്കും. മേൽപ്പാലം വഴി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രവും ക്ഷേത്രകുളവും പ്രദക്ഷിണം ചെയ്ത് ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലുള്ള കേശവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരക്കും. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി പുഷ്പചക്രം സമർപ്പിക്കും. കേശവന്റെ ആരാധകർ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് ആനത്താവളത്തിൽ ആനയൂട്ടും ഉണ്ടാകും. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. നടിയെ ആക്രമിച്ച കേസിലെ 3-ാം പ്രതി മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിലാണ് ഇയാൾ കൈ ഞരമ്പ് മുറിച്ചത്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കൈ ഞരമ്പ് മുറിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഇയാളെ പോലീസ് വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8-ാം പ്രതി. 28 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. ചരമം. ചിറക്കൽ ആനപ്പറമ്പ് ചെറുവത്തൂർ പരേതനായ ചെറുകുട്ടിയുടെ മകൻ അബ്രഹാം നിര്യാതനായി 69 വയസ്സായിരുന്നു. കാട്ടകമ്പാൽ പള്ളി മുൻ ട്രസ്റ്റിയും ഇപ്പോഴത്തെ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് കാട്ടകമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ജൂലി ഭാര്യയും വില്യം നൈസ് എന്നിവർ മക്കളുമാണ്. പിലാക്കാട് വാളനാത്ത് തെക്കൂട്ട് രാമൻ നായർ നിര്യാതനായി 77 വയസ്സായിരുന്നു. റിട്ടയേർഡ് ഹെഡ് പോസ്റ്റ്മാനായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. രാധ ഭാര്യയും രജീഷ്, രാജീവ്, സുധീഷ് എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.